Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പായസം വിളമ്പിയും പടക്കം പൊട്ടിച്ചും വി.ഡി. സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി UDF. ഗ്രാമനഗര വ്യത്യാസമില്ലാതെയാണ് പ്രവർത്തകർ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയതിന്റെ ആഹ്ലാദം പങ്കിട്ടത്. സംസ്ഥാനത്ത് വീണ്ടും UDFന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ആഹ്ലാദം വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമായ രീതികളിലാണ് നടന്നത്. പ്രഥമൻ, പാൽപ്പായസം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പായസ വിതരണവും ലഡു വിതരണവുമാണ് നടത്തിയത്. മുദ്രാവാക്യം വിളികളോടെയും ആഹ്ലാദ പ്രകടനത്തോടെയുമാണ് പലയിടങ്ങളിലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് വരവേറ്റത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തരി പാൽപ്പായസവും ലഡു വിതരണവും നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDF പഞ്ചായത്ത് ചെയർമാൻ TP അഹമ്മദ് ഹാജി പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ, UDF പഞ്ചായത്ത് കൺവീനർ M രജീഷ് ബാബു തുടങ്ങി നിരവധി നേതാക്കൾ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 11ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കേം മഹിളാ സമാജം പരിസരത്ത് പ്രഥമൻ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, KU രാമദാസ്, M സുനിത, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, നൂറുദ്ദീൻ കക്കുന്നം, C നാസർ, TK അജിത്ത് എന്നിവർ നേതൃത്വം നൽകി. നടക്കാവ് പ്രിയദർശിനി മന്ദിര പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. UDF സർക്കാരിന് അഭിനന്ദനം അർപ്പിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ INDUC പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സന്തോഷസൂചകമായി പയ്യന്നൂർ ടൗണിൽ പായസ വിതരണം നടത്തി. V.D. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INDUC പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ പായസ വിതരണം നടത്തി. രാമകൃഷ്ണൻ P, T ഭാസ്കരൻ, AK രമേശൻ, ബിനു പലേരി, TV ഗംഗാധരൻ തുടങ്ങിയവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. V.D. സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി UDF പ്രവർത്തകർ. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നൂരിലും പരിസരങ്ങളിലും പായസ വിതരണം നടത്തി. V.D. സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആഹ്ലാദ സൂചകമായി വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നൂരിലും പരിസര പ്രദേശങ്ങളിലും പായസ വിതരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകരായ KT ഹരീഷ്, P പത്മനാഭൻ, KM വിജയൻ, NP രാജൻ, BR സജേഷ്, AK രാജേഷ്, സുധേഷ് പൊതുവാൾ, AK ശ്രീവത്സൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുറച്ചേരി പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നത് കാരണം പുറച്ചേരി വയലിൽ കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യം. പരിസ്ഥിതിക്കും കൃഷിക്കും ഭീഷണിയാകുന്ന രീതിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക് കുപ്പികൾ, സഞ്ചികൾ, ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവ പൊതുസ്ഥലങ്ങളിലും തോട്ടിലും ജലാശയങ്ങളിലും തള്ളുന്നത് മൂലം ഇവ മഴവെള്ളത്തിലൊഴുകി വയലുകളിൽ വന്നടിയുകയാണ്. ഇത് കാരണം പലയിടങ്ങളിലും കൃഷിയിറക്കാൻ സാധിക്കാതെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഏഴിലോട് ചാലിൽ തോട്ടുകര തോട്ടിലൂടെ ഒഴുകി വന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറച്ചേരി വയലിൽ വൻതോതിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇത് കാരണം ഏക്കർ കണക്കിന് സ്ഥലത്തെ നെൽകർഷകരാണ് നിലവിൽ കടുത്ത പ്രയാസത്തിലായിരിക്കുന്നത്. പുതിയ സീസണിൽ വയലുകളിൽ കൃഷിക്ക് ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മഴയിൽ ഒഴുകിയെത്തി അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് പ്രധാന തടസ്സമാകുന്നത്. ജൈവമാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നും
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നും ഇത് കർശനമായി പാലിക്കണമെന്നും കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ പറഞ്ഞു. ഇപ്പോൾ എഴിലോട് പൊറച്ചേരി വയലിൽ വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മഴയെ തുടർന്ന് ഒഴുകി വന്നതിനെ തുടർന്ന് എല്ലാ വയലുകളിലും ഇപ്പോൾ അത് കെട്ടിക്കിടക്കുന്ന സാഹചര്യമുള്ളത്. വയലുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരങ്ങൾ ആയി വരുന്നതിൻ്റെ ഭാഗമായി കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി വലിയ പ്രയാസമാണ് പൊറച്ചേരി വയലിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതും അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ ഉറവിട സ്ഥലങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ വേണ്ടിയും തയ്യാറാകണം എന്നതാണ് അഭ്യർത്ഥിക്കുന്നത്. വരാനിരിക്കുന്ന കാലവർഷത്തിൽ സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തോടും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രദേശത്ത് തുടക്കമായിട്ടുണ്ട്. മാലിന്യ പ്രശ്നം രൂക്ഷമായ പുറച്ചേരി വയൽ പ്രദേശം കർഷക സംഘം ഭാരവാഹികൾ നേരിട്ട് സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ, ഏരിയ കമ്മിറ്റി അംഗം KC തമ്പാൻ മാസ്റ്റർ, CPIM ഏരിയ കമ്മിറ്റി അംഗം P പ്രഭാവതി, KC വിപിൻ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. പരിസ്ഥിതിക്കും കൃഷിക്കും ഭീഷണിയാകുന്ന രീതിയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. പയ്യന്നൂർ BRC കോൺഫറൻസ് ഹാളിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും കാർഷിക സെമിനാറും നടന്നു. പയ്യന്നൂർ BRC കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ SSK DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ SSK DPO ഡോക്ടർ PK സബിത്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു. SSK കണ്ണൂർ മുൻ DPC വിനോദ് EC പുസ്തകം ഏറ്റുവാങ്ങി. പയ്യന്നൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ TV, പയ്യന്നൂർ ഉപജില്ല AEO ഡോക്ടർ സംഗീത KKP എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പയ്യന്നൂർ BRC BPC വിനോദ് കുമാർ MV, ഹൈസ്കൂൾ വിഭാഗം HM ഫോറം പ്രതിനിധി ലക്ഷ്മണൻ M, പയ്യന്നൂർ ഉപജില്ല HM ഫോറം പ്രതിനിധി ബാബു CV, പയ്യന്നൂർ BRC ട്രെയിനർ സൈനുദ്ദീൻ തലയില്ലത്ത്, BRC പയ്യന്നൂർ CRC കോർഡിനേറ്റർ ശരണ്യ KC എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന കാർഷിക സെമിനാറിൽ പയ്യന്നൂർ കൃഷി ഓഫീസർ AV രാധാകൃഷ്ണൻ സെമിനാർ അവതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ അപൂർവമായി കായ്ക്കാറുള്ളതും ഇന്ത്യൻ മാർക്കറ്റിൽ കിലോയ്ക്ക് 5000 രൂപ വിലയുള്ളതുമായ മിയാസാക്കി മാമ്പഴം വിളവെടുത്ത് ചെറുപുഴ മീൻതുള്ളിയിലെ പാറേമക്കൽ യേശുദാസ് തോമസ്. ലോകത്തിൽ തന്നെ ഏറ്റവും വിലയുള്ള മിയാസാക്കി മാവിൻ തൈകൾ ശേഖരിക്കാനുള്ള ഉദ്യമത്തിലേക്ക് യേശുദാസ് തോമസ് എത്തിയത് വ്യത്യസ്തയിനം മാവിൻ തൈകളോടുള്ള താൽപര്യം മൂലമാണ്. ചെറുപുഴ പഞ്ചായത്തിൽ മീൻതുള്ളിയിൽ താമസിക്കുന്ന പാറേമാക്കൽ യേശുദാസ് തോമസിന് ജോസ്ഗിരിയിൽ 5 ഏക്കർ കൃഷിസ്ഥലത്തുള്ള തന്റെ തെങ്ങുകളും കമുകുകളും നശിച്ചതോടുകൂടിയാണ് മൂവാണ്ടൻ മാവിലൂടെ വരുമാനം കണ്ടെത്താനുള്ള പ്രയത്നം ആരംഭിച്ചത്. ഇതേസമയം തന്നെ ചെറുപുഴ കൃഷിഭവൻ 1 കോടി ബലവൃക്ഷത്തൈകളുടെ വിതരണം എന്ന പദ്ധതിയിലൂടെ വ്യത്യസ്ത ഇനം മാവിൻ തൈകൾ വിതരണം ചെയ്തതും കൂടുതൽ പ്രചോദനം നൽകി. അങ്ങനെ 5 ഏക്കർ സ്ഥലത്ത് മുഴുവനായി മാവ് കൃഷി ചെയ്യുകയും മാങ്ങയ്ക്കു പുറമെ വർഷത്തോളം 1000-ലധികം മാവിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ വ്യത്യസ്ത ഇനം മാവിൻ തൈകളോടുള്ള താൽപ്പര്യമാണ് ജപ്പാനിൽ മാത്രം കായ്ക്കുന്നതും ലോകത്തിൽ തന്നെ ഏറ്റവും വിലയുള്ളതുമായ മിയാസാക്കി മാവിൻ തൈകൾ ശേഖരിക്കാനുള്ള ഉദ്യമത്തിലേക്ക് ഇദ്ദേഹം കടന്നത്. പേരാമ്പ്രയിലുള്ള ഒരു നഴ്സറി ഉടമയോട് പറഞ്ഞ് 3 വർഷം മുൻപ് 2 തൈകൾ എത്തിക്കുകയും ടെറസിൽ കൃഷി ചെയ്ത് ഈ വർഷം അത് കായ്ക്കുകയും ചെയ്തു. പ്രത്യേക പരിചരണം നൽകേണ്ടതുകൊണ്ടാണ് ഇത് ടെറസിൽ കൃഷി ചെയ്തതെന്ന് യേശുദാസ് പറയുന്നു. ഇത് പേരാമ്പ്രയിലുള്ള ഒരു ആളാണ് എനിക്ക് തന്നത്. ആള് പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ജപ്പാനിൽ നിന്ന് മാവന്തി കൊണ്ടുവരുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് 1000 രൂപ കൊടുത്താൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാവന്തി ബുക്ക് ചെയ്തു. അതിവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മളെ അറിയിച്ചു. ഇതിപ്പോൾ എത്ര എണ്ണം അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ? 3 പൂങ്കുലയാണ് ഉണ്ടായത്. 3 പൂങ്കുലയിൽ ഓരോ മാങ്ങ വെച്ചുണ്ടായി. അത് ഒരെണ്ണം ചെറുപ്പത്തിൽ തന്നെ പോയി, ബാക്കി 2 എണ്ണം ഒരുവിധം വലുതായി. ഓരോ രാജ്യത്തും വിളയുന്നതിന്റെ ഗുണനിലവാരത്തിലുള്ള വ്യത്യാസമനുസരിച്ച് വിൽപ്പന വിലയിൽ ഇതിന് വ്യത്യാസമുണ്ട്.
ഇന്ത്യൻ മാർക്കറ്റിൽ കിലോയ്ക്ക് 5000-ഓളം രൂപ വില വരുന്ന ഈ മാമ്പഴം കേരളത്തിൽ തന്നെ അപൂർവമായി മാത്രമേ കായ്ക്കാറുള്ളൂ. അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ മാവിൽ 2-3 പൂങ്കുലകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം കരിഞ്ഞുപോയി. ഒരു മാങ്ങയാണ് ലഭിച്ചതെന്ന് യേശുദാസും ഭാര്യ ത്രേസ്യാമയും പറയുന്നു. നല്ല ചുവപ്പ് കളറുള്ള ഇത് നാരില്ലാത്ത അതിമധുരമുള്ള പഴമാണ്. നഴ്സറി വഴി കർഷകർ മിയാസാക്കി ഇനത്തിൽപ്പെട്ട മാവിൻ തൈകൾ വാങ്ങി നടാറുണ്ടെങ്കിലും തന്റെ അറിവിൽ ഇത് കായ്ക്കുന്നത് ആദ്യമായിട്ടാണെന്ന് കൃഷിയിടം സന്ദർശിച്ച കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ തന്നെ അപൂർവമായി കായ്ക്കുന്ന ഒരു മാങ്ങയാണ് മിയാസാക്കി. ഇതിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നല്ല കളർ, നല്ല പർപ്പിൾ കളറുള്ള ഈ മാങ്ങ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള മാങ്ങയാണെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇത് അപൂർവമായി തന്നെ കിട്ടുന്നതുകൊണ്ട് ലക്ഷങ്ങളുടെ വില മതിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 5000 രൂപ വരെയുള്ള കിലോക്ക് വിലയുള്ള മാങ്ങയാണിത്. 35,000 മുതൽ 50,000 രൂപ വരെയെല്ലാം വിലയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് അനുവദിച്ച വനിതാ പൂരക്കളിയുടെ അരങ്ങേറ്റം വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുക്കാടൻ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന് അനുവദിച്ച വനിതാ പൂരക്കളിയുടെ അരങ്ങേറ്റം വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുക്കാടൻ വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടങ്ങി പെയിന്റിംഗ് അടക്കം ഉള്ള കലകളാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹരായിട്ടുള്ള കലാകാരന്മാർ പരിശീലിപ്പിച്ചു വരുന്നത്. പൂരക്കളി പരിശീലിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്നിവിടെ ആ പരിശീലനം പൂർത്തീകരിച്ചുകൊണ്ട് അരങ്ങേറ്റത്തിന് സജ്ജരായിരിക്കുന്നു. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഇതിനകം പൂരക്കളി പരിശീലനം പൂർത്തിയാക്കി കഴിയുകയും പൂരക്കളി പണിക്കർ ഡോക്ടർ വിപിൻ പണിക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിശീലകരായ അജയ് കെ, ആകർഷ് പണിക്കർ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. കഴിഞ്ഞ 6 മാസത്തെ നിരന്തര പരിശീലനം നേടിയ 30ഓളം കലാകാരികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. PV ജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ദീപു MV, നിഖിൽ V, ശ്രീധു K, വായനശാല സെക്രട്ടറി OK വിനു, T ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏഴഴകിൽ 75 കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ പഴയ കുളപ്പുറം വായനശാല ഓർക്കുകയാണ്. പഴയ വായനശാല നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഏതാണ്ട് നടുക്കാണ് വരിക. ഒരു പഴയ ഓടിട്ട കെട്ടിടം. ആ ഓടിട്ട കെട്ടിടത്തിലെ വായനശാലയിൽ ബാലസംഘത്തിൻ്റെ യോഗം ചേർന്നും ഓണാഘോഷത്തിൽ പങ്കെടുത്തും ബാലോത്സവം നടത്തിയുമൊക്കെയാണ് ഞങ്ങളൊക്കെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. 1985 ബാലസംഘത്തിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി ഞാനും സെക്രട്ടറിയായി നമ്മുടെ പ്രമോദും K പ്രമോദും അന്ന് ഞങ്ങളിവിടെ ഒരു ബാലോത്സവം സംഘടിപ്പിച്ചിരുന്നു. മാഗസിൻ കവർ പ്രകാശനം NK രമേശ് കുമാർ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ രജിത്ത് ചികിത്സാ സഹായം കൈമാറി. M ദിവാകരൻ, A മാധവൻ, അഡ്വക്കേറ്റ് K പ്രമോദ്, PV രതീഷ്, TV ബാലകൃഷ്ണൻ, പ്രീത, സൗമ്യ MV, രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം കൈരളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിസ്ഡം വീക്ക് അറിവിന്റെ ആഹ്ലാദോത്സവം 5ാം വർഷത്തിലേക്ക്. ഈ വർഷത്തെ ക്യാമ്പിന്റെ ഉദ്ഘാടനം കവിയും അധ്യാപകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. വിസ്ഡം വീക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടനം കവിയും അധ്യാപകനുമായ CM വിനയചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു.
കുട്ടികളുടെ ചിന്താശേഷിയും സൃഷ്ടിപരതയും സാമൂഹിക ബോധവും ശാസ്ത്രബോധവും വളർത്തിക്കൊണ്ട് പഠനത്തെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന കുഞ്ഞിമംഗലത്തെ ഒരു സമാന്തര വിദ്യാഭ്യാസ വേദിയാണ് വിസ്ഡം വീക്ക്. ഓരോ കുട്ടിയുടെയും ഉള്ളിലെ കൗതുകത്തെയും സ്വപ്നങ്ങളെയും ഉണർത്തി അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരാനും ഈ ഉത്സവം പ്രചോദനമാകുന്നു. 8 ദിവസം നിൽക്കുന്ന ക്യാമ്പിൽ തിയേറ്റർ വർക്ക്ഷോപ്പ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളുമായി വിദഗ്ധർ പങ്കെടുക്കും. സംസ്ഥാനത്ത് UDF മന്ത്രിസഭ അധികാരമേറ്റെടുക്കുന്ന വേളയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ സഹകരണ ജീവനക്കാർക്ക് ചിക്കൻ ബിരിയാണി നൽകി UDF അനുകൂല സഹകരണ സംഘടനാ നേതാക്കൾ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി എത്തിച്ചു നൽകിയത്. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് ചരിത്ര വിജയം നേടുകയും മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതിൽ ആഹ്ലാദം പങ്കുവച്ചാണ് വിവിധ സ്ഥാപനങ്ങളിലെ സഹകരണ ജീവനക്കാർക്ക് ചിക്കൻ ബിരിയാണി നൽകിയത്. KCEF തൃക്കരിപ്പൂർ യൂണിറ്റിന്റെയും CEO യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉച്ചഭക്ഷണം എത്തിച്ചത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നേതാവുമായ C. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. KCEF യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി അംഗം C. സുരേഷ്, രാജീവൻ കുറുവാട്ട്, ഷാജി തൈക്കിൽ, KP ജയദേവൻ, O. സുജാത, AV ശരണ്യ, K. സുഷമ, സുബേർ പള്ളത്തിൽ, PV രാജേഷ്, KPV സജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പീരക്കാംതടം പബ്ലിക് ലൈബ്രറി വായനാ പന്തൽ ഉദ്ഘാടനം നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പീരക്കാംതടം പബ്ലിക് ലൈബ്രറി വായനാ പന്തലിന്റെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ നിർവഹിച്ചു. ഒരു ബിൽഡിംഗ് തന്നെ ആക്കിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തുടക്കം എന്നുള്ള ഇതാണ് വായന പന്തലാക്കി വായനശാലയ്ക്ക് അഭിലേഷം കിട്ടിയതിനു ശേഷം വളരെ സജീവമായി പ്രവർത്തനം മുന്നോട്ട് നയിക്കുമ്പോൾ തന്നെ ആ വായനശാലയുടെ പ്രവർത്തനം കുറച്ചും കൂടി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ആ പ്രദേശത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൂടി ഒരു വായനാ പന്തൽ എന്ന നിലയിലൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രമീകരണം നടത്തിക്കൊണ്ട് K. സൂരജ് അധ്യക്ഷത വഹിച്ചു. KN പീതാംബരൻ, P. ജിനേഷ്, VV രാമചന്ദ്രൻ, K. ഭാനുമതി, AV മണിപ്രസാദ്, KC തമ്പാൻ, VV രമേശൻ, PP ജയേഷ്, K. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. വെള്ളോറ പെരുമ്പടവ് റോഡിലാണ് കാട് വളർന്ന് വാഹനയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നത്. വെള്ളോറ പെരുമ്പടവ് റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നിരിക്കുന്നു. കാട്ടിലേക്ക് മാലിന്യങ്ങളും വലിച്ചെറിയപ്പെടുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കാട് വളർന്നതിനാൽ സൂചനാ ബോർഡുകളും മറയുന്ന അവസ്ഥയിലാണ്. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാട് വെട്ടിത്തെളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കുളം ശുചീകരിച്ചു. മഴക്കാലത്തിന് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മഴക്കാലത്തിന് മുന്നോടിയായി കൊക്കാനിശ്ശേരി മഠത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കുളം ശുചീകരിച്ചു. കുളത്തിൽ നിറഞ്ഞ പായലും ചെളിയും മാറ്റിയാണ് ശുചീകരണം നടത്തിയത്. വാർഡ് കൗൺസിലർ രചിത, പ്രദീപ് PT, സുനിൽ ബാബു, കൃഷ്ണൻ, കലേഷ്, ഉണ്ണി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പയ്യന്നൂർ തെരു മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും അങ്കണവാടി കലോത്സവവും മെയ് 19 നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫോക്ലോർ അക്കാദമി പയ്യന്നൂർ തെരു മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുസ്മരണ, കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും അങ്കണവാടി കലോത്സവവും മെയ് 19 നടക്കും. പയ്യന്നൂർ തെരു കസ്തൂർബ സ്മാരക വായനശാല മൈതാനിയിൽ നടക്കുന്ന പരിപാടി ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലൗലിൻ അധ്യക്ഷത വഹിക്കും.
പേരൂർ KV കുഞ്ഞിരാമൻ ഗുരുക്കൾക്ക് പുരസ്കാരം സമർപ്പിക്കും. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. പ്രദീപൻ അനുസ്മരണ ഭാഷണം നടത്തും. രാത്രി 8 മണിക്ക് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരവും കണ്ണൻ ഗുരുക്കൾ സ്മാരക കോൽക്കളി സംഘത്തിന്റെ കോൽക്കളി അവതരണവും ഉണ്ടാകും. പയ്യന്നൂർ കോൽക്കളി നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടി നിലകൊണ്ടവരിൽ പ്രഥമഗണനീയനായ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് ഒട്ടനവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ C. സന്തോഷ്, TPV സതീഷ് കുമാർ, PV ഷാജി, KV മനോഹരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.